അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രണ്ടുപേർക്കും ഓഫുള്ള കാരണം നമ്മളിന്ന് ബനാർഘട്ട ഒരു പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പാർക്കല്ല, പാർക്കുണ്ട്, സൂ ആണ് അവിടെ മെയിൻ. അപ്പോൾ ബനാർഘട്ട നാഷണൽ പാർക്കിലേക്കാണ് പോണത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു. കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. ഊബറിലായ കാരണം പിന്നെ നമുക്ക് അധികം റിസ്ക് ഇല്ല. അങ്ങനെ ഞങ്ങൾ ഊബർ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. കഴിച്ചപ്പോൾ നമ്മൾ നീണ്ട 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ബനാർഘട്ട എത്തിയിരിക്കുകയാണ്. അവിടെ ചെന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറുക എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ കാണാം. ഇവിടെയൊക്കെ ഓരോ കടകളിലും ഫുഡും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പലതരം സ്വീറ്റ്സ് ആണ്. ഇവിടെയൊക്കെ സ്വീറ്റ്സ് ആണ് അധികവും, ഇല്ല ബേട്ടാ? ജ്യൂസ് ഇവിടെ നിന്ന് അങ്ങനെ തുടങ്ങായി. ഇത് നോക്കിയാ മയിൽപ്പീലി, മയിൽപ്പീലി ഉണ്ടോ വിൽക്കാൻ വെച്ചേക്കണ? എന്താ മയിൽപ്പീലിയോ? അതൊക്കെ അറിയാം. മേടിക്കാം. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ശരിക്കില്ലേ, നമ്മൾ ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോകുമല്ലേ, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ എൻട്രൻസ് ഒക്കെ കാണുമ്പോൾ. കാരണം ഇവിടെ ഈ സൈഡിലൊക്കെ നമ്മൾ ഈ കൊടൈക്കനാലിലൊക്കെ കാണുന്ന പോലെ ഉണ്ടോ, ഫുഡൊക്കെ നിറയെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പല ടൈപ്പ് സ്വീറ്റ്സും പിന്നെ കോണും പോപ്കോണും ഒക്കെ ഉണ്ട് കേട്ടോ വിൽക്കാനായിട്ട്. ഉണ്ട് ചിക്സ്, നല്ല ചിക്സ്, ചുമ്മാ തള്ളല്ലേ, നല്ല ചിക്സ് ഉണ്ട്, ചിപ്സ് ഉണ്ട്. ഫ്രണ്ടിലൊക്കെ സൂപ്പറല്ലേ. ഗൈസ്, നമുക്ക് ഉള്ളിൽ ക്യൂ നിൽക്കണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഇത് സ്കാൻ ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് പുറത്തുനിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാം. നമ്മളിപ്പോൾ അത് എടുക്കാൻ വേണ്ടി നോക്കണം. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോവുക കേട്ടോ. ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുപ്പി, വാട്ടർ ബോട്ടിൽ കുഴപ്പമുണ്ടോണോ അല്ലേ? ഇതാണ് ഇതിൻ്റെ. നമ്മൾ ഓൺലൈൻ വഴി ആ ടിക്കറ്റ് എടുത്തു, പക്ഷെ അത് അവരെ കാണിച്ചു നോക്കട്ടെ കേട്ടോ, അത് പറ്റുമോ അറിയില്ല. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയ കാരണം ഇവിടെ ഫുൾ തിരക്കാണ്. ഇവിടെ നിന്ന് ബസ്സിലാണ് നമ്മൾ പോവുക ഗൈസ്. ഓരോ ബസ്സുണ്ട്. KSTDC ബസ്. ഈ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ ആനിമൽസിനെ കാണാൻ പോവുക. ബസ്സിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ, പക്ഷെ ബസ് ആനിമൽസിനെ കണ്ട പേടിയോ? ഈ സൈഡിലൊക്കെ ചാടി പിടിക്കണോ? യൂട്യൂബില് ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ പോയിട്ട് ഈ ഗ്രില്ലിൽ കൂടെ ഇങ്ങനെ കൈയിടുന്നു. അതിന് ആനിമൽസൊക്കെ ഉണ്ടോന്ന് ദൈവത്തിന് അറിയാലേ പോകുമ്പോ. അതോർണം ക്രോസ് ചെയ്തു ഇതാ നിൽക്കുന്ന ഒരെണ്ണം ഇവിടെ. ഇതാ ഒരെണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ വരുന്നു. എങ്ങോട്ട് ചാടാനാണെന്നറിയില്ല. അപ്പുറത്തിരിക്കുന്നവർക്ക് പിന്നെയും കാണാൻ പറ്റും. ഫൈനലി ഒരു ആനേനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. ആനേനുണ്ട്. കുറേ നേരത്തെ
കാലത്തിന് ശേഷം ഒരു ആനേനെ കണ്ട സന്തോഷത്തിലാണ്. ഈ സൈഡിലേക്ക് വരുന്നത് അടുക്ക് ആന പോയി. കൊറേ ആനകൾ കുളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഡ്രൈവറായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ. സൂപ്പറാണെന്ന്. അതിന്റെ ഫ്രണ്ടിൽ സീറ്റ് ഇട്ടിട്ടോ ക്ലിയർ ആയിട്ട് കാണാൻ ആ ചേട്ടൻ അതിന്റെ ഫ്രണ്ടിൽ പിടിച്ചിരിക്കുന്നുണ്ട്. പോളാർ ബിയർ ഇതാ ഒരു പോളാർ ബിയറാണ് തോന്നുന്നു വരുന്നുണ്ട്. ആ വെള്ളം കുടിക്കാൻ കേട്ടോ. അതാ വരണ റോഡിൽ കൂടെ ക്രോസ് ചെയ്ത് പോകണം. ആ അതാ റോഡിൽ കൂടെ ക്രോസ് ചെയ്ത് വരണം. ലെപ്പാഡിനെ കണ്ടിട്ട് നോക്കാൻ കേട്ടോ. നമുക്ക് കാണാനില്ല. ലെപ്പാഡ് കുറച്ച് ദൂരെയാണ്. സിംഹം വന്നിട്ടുണ്ട് ഗൈസ്. സിംഹം ആ സിംഹം വന്നിട്ട് സിംഹം പോവാണ്. സിംഹം അതോ നടന്ന് പുലിച്ചേട്ടാ ഒന്ന് തല പൊന്തിച്ച് നോക്കൂ. നമ്മൾ കാണട്ടെ. എല്ലാത്തിനും ഉറക്കം. ആളുകൾ വരുമ്പോൾ ഒന്ന് എണീച്ചിരുന്നൂടെ? ഹലോ. ഇത്രയാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടുള്ളൂ കേട്ടോ. നമ്മൾ തിരിച്ചത് അവര് എറണാകുളത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ കഴിഞ്ഞ് അവർ നമ്മളിവിടെ തിരിച്ചുകൊണ്ട് ഇറക്കിട്ടോ. അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പുലി, പിന്നെ സിംഹം, ആന, പിന്നെ ഒരു ബിയർ, പിന്നെ കുറേ മാന്, ഇത്ര തന്നെ കണ്ടുള്ളൂ. അത് നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം വെച്ചോ കുട്ടി ഒരു നല്ല കുട്ടിയാണ്. വഴി കിടന്ന സാധനമൊക്കെ എടുത്ത് നിർത്തേക്കുണ്ട്. അപ്പോൾ സ്കൂൾ കുട്ടികളെ തന്നെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു താങ്കളുടെ അഭിപ്രായം? അതാ സീബ്ര കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. സീബ്ര 1 2 സീബ്ര 2 സീബ്ര 3 സീബ്ര. ഈ വെയിലത്ത് സീബ്രയെ കാണാനും വേണം ഒരു പ്രത്യേക കഴിവ്. ഫൈനലി ജിറാഫിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതിന് കുറെ നടന്നിങ്ങനെ മേളിലേക്ക് വരണം. ഇല്ലെങ്കിൽ ബഗ്ഗി ഉണ്ട്, ബഗ്ഗിയിൽ കയറി വരാം. ബഗ്ഗി പക്ഷെ 1.6 കിലോമീറ്റർ ഉള്ളൂ. അതിനുവേണ്ടി ബഗ്ഗി എടുക്കണല്ലോ വിചാരിച്ചിട്ട് നടന്നു വന്നപ്പോഴാണ് ഇവിടെ ജിറാഫ് കണ്ടോ. മങ്കി ഇതാ തൂങ്ങി ചാടി ഇറങ്ങുന്നു. നമസ്കാരം. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തൊട്ട് വാങ്ങിക്കരുത്. ആകെ ഒരു ഫോണുള്ളൂ. ചാടി പിടിച്ച് വാങ്ങിക്കും. ഇതാണ് നമ്മുടെ മങ്കിക്കുട്ടൻ. മങ്കിക്കുട്ട അതാ പോണു. വരുന്നുണ്ട് നമ്മുടെ കഥാനായകൻ വരുന്നുണ്ട് ഗൈസ്. കുളിക്കുകയാണ്. ഫൈനലി നമ്മൾ കുട്ടിയാനയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഉച്ച സമയം 3 മണി ആയിട്ട് നടക്കാൻ കുറെ ഉണ്ട് കൈസ് എൻ്റെ ഉള്ളില്. അങ്ങനെ നടന്നു കഴിഞ്ഞു ഇറങ്ങി ഇനി വീട്ടിൽ പോവാണ്. ഗൈസ് ഫൈനലി നമ്മൾ വീട് എത്തിയിട്ടോ. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഭയങ്കര തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 2:30-3 മണിയൊക്കെ ആയി. അപ്പോൾ ഇങ്ങോട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ഫുഡൊന്നും അത്ര പോരാ. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങോട്ട് വീടിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ കഴിക്കാച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഇവിടെ ഒരു 5:30 ആയപ്പോഴാണ് എത്തിയത്. പിന്നെ ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ നല്ലൊരു ഹോട്ടൽ. അപ്പോൾ അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു. നല്ല അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. നമ്മൾ ആ ട്രക്കിൽ പോണ വെച്ചിട്ട് നമുക്ക് ആ സൂവിലാണ് കുറച്ചും കൂടി കാണാനുള്ളത്.
ആ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് അധികം ഒന്നും കാണാനും പറ്റില്ല, അത് ഒരു രസമില്ല. പക്ഷെ നമ്മൾ നടന്ന് കാണുന്നതിൽ കുറെ കാണാനുണ്ട് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിലുള്ളവരൊക്കെ പോയി കാണാം. അടിപൊളി. തിരിച്ചു വരുമ്പോ ഞാൻ ഒരു കളിപ്പാട്ടം മേടിച്ചു, അതിന്റെ പേര് സ്ലൈം. ഞാൻ വിചാരിച്ച ഗ്രീൻ മേടിക്കാന്ന് വെച്ചാൽ, അപ്പൊ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. ഓക്കെ, ടാറ്റാ ബൈ ബൈ പറയും. ടാറ്റാ ബൈ ബൈ.